പുറം കൊണ്ടോട്ടി പെരിയമ്പലത്താണ് വാഹനാപകടമുണ്ടായത്. ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ട്രാവലർ ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. 21 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. പാലക്കാട് നിന്ന് കൊട്ടിയൂർക്ക് പോകുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങൾ നൽകാൻ യൂനിസ് അഹമ്മദും ടി നന്ദഗോപാലുമുണ്ട്. യൂനിസ്, അപ്പോൾ ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുകയാണ്. വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ അപകടം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആരൊക്കെയാണ് മരിച്ചത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ? ജിൽസി 2 പേരാണ് മരിച്ചത്. ടെമ്പോ ട്രാവൽ ഡ്രൈവറായ രാജേഷ് പാലക്കാട് വടവന്നൂർ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ രമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, 60 വയസ്സുകാരി സ്ത്രീയാണ്. 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കൊണ്ടോട്ടി പെരിയമ്പലത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പുലർച്ചെ 1:30 അതോടൊപ്പം തന്നെ 2 മണിയുടെയും ഇടയിലാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ ട്രാവലറും അതോടൊപ്പം ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ഡ്രൈവർ, ഈ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ, ട്രാവലറിന്റെ ഡ്രൈവർ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. പിന്നീട് ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഈ പാലക്കാട് നിന്ന് കൊട്ടിയൂരിലേക്ക് തീർത്ഥാടന സംഘമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. അവർ സഞ്ചരിച്ച വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ ഒരു ടിപ്പർ ലോറി ഈ വാഹനവും കൂട്ടി ഇടിക്കുകയായിരുന്നു. നമുക്ക് ആ ഒരു വാഹനത്തിന്റെ ട്രാവലറുടെ ആ ഒരു സാഹചര്യം കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം രാത്രി സമയമാണ്, പുലർച്ചെ 1:30 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പെട്ടെന്ന് ആ റോഡിലൊന്നും ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ ഒപ്പമുണ്ടായിരുന്ന കുറച്ച് ആളുകൾ ആണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. തുടർന്ന് പോലീസിനെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. മീഞ്ചന്ത നിന്ന് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അപകടത്തിന് ശേഷം പലരും ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവരെ പുറത്തെടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഒരു വലിയൊരു അപകടത്തിനെയാണ് ഉണ്ടായതെന്ന് വ്യക്തമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വാഹനം നിയന്ത്രണം വിട്ടതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ആ ഒരു വാഹനത്തിന്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ആ ട്രാവലർ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. യൂനിസായി രക്ഷാപ്രവർത്തനമൊക്കെ ആ സമയത്ത് വളരെ വേഗം നടന്നിരുന്നു. രാത്രി 1:30-2 മണിയുടെ ഇടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ആ സമയത്ത് നമുക്കറിയാം റോഡുകളിലായാലും ആളുകൾ കുറവായിരിക്കും. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ പലരും ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു. അവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ പോലീസിന് അവർ വിവരം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നു. മീഞ്ചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തുന്നു, അതോടൊപ്പം തന്നെ പോലീസ് എത്തുന്നു. അങ്ങനെയാണ് പലരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. പലരും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഏതായാലും പരിക്കേറ്റവരുടെ നില അവരൊക്കെ കോഴിക്കോട് ചികിത്സയിലാണ്. പലർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്, പലർക്കും പരിക്ക് കുറവുമാണ്. ഏതായാലും 2 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സാധയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. അതിന്റെ ഡ്രൈവറാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ള. മറ്റൊരു തീർത്ഥാടകയായ 60 വയസ്സുകാരി രമണിയാണ് മരണം. ഇപ്പോൾ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് 3 പേർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ്. 21 പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. സംഭവ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. ആ സമയത്ത് രക്ഷാപ്രവർത്തനം അത്ര സുഖകരമാവില്ല, കാരണം അത്രയധികം ആളുകളൊന്നും ഇല്ലാത്തൊരു സമയമാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ ഇവരെയൊക്കെ വാഹനമൊക്കെ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായി തുടങ്ങിയ വിവരങ്ങളാണ് യൂനിസ് അഹമ്മദ് നൽകിയത്. കോഴിക്കോട്